ഹായ് സ്റ്റുഡൻസ്, നമ്മൾ 9ാം ക്ലാസ്സിലെ ഫൈനൽ ടേം കൊല്ല പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ടേബിളിൽ എങ്ങനെയാണ് നമ്മുടെ പഠിത്തം പ്ലാൻ ചെയ്യേണ്ടത്, നമ്മൾ സ്റ്റഡി എങ്ങനെയായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്, എത്രയൊക്കെ സമയം ഓരോ സബ്ജക്റ്റിനും കിട്ടുന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ ടൈം ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6th മാർച്ചും 10th മാർച്ചും നമുക്ക് 2 എക്സാം ഉണ്ട്. ഓക്കെ, എല്ലാം ലാംഗ്വേജസ് ആണ്. ഫസ്റ്റ് ലാംഗ്വേജും ഹിന്ദിയാണ് ആദ്യത്തെ 6th മാർച്ച് ഫ്രൈഡേ വരുന്നത്. ഓക്കെ, ശേഷം ട്യൂസ്ഡേ ചൊവ്വാഴ്ച 10th മാർച്ച് നമ്മളെ ഫസ്റ്റ് ലാംഗ്വേജ് എന്താണ് മലയാളം സെക്കൻഡും പിന്നെ ഇംഗ്ലീഷും ആണ് വരിക. ഓക്കെ, സോ ഫസ്റ്റ് ലാംഗ്വേജസ് ആണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മലയാളം സെക്കൻഡിനും ഇംഗ്ലീഷിനും കുറച്ച് സമയം ഇവിടെ നിങ്ങൾക്ക് കിട്ടിയതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, 7, 8, 9, 3 കംപ്ലീറ്റ് ദിവസവും. ഓക്കെ, 6th മാർച്ച് നൈറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സയൻസിലാണ്. ഓക്കെ, സയൻസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയോളജി, ഫിസിക്സ്, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി. ഓക്കെ, കെമിസ്ട്രിയാണ് ലാസ്റ്റ് എക്സാം വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ചെറിയൊരു ട്രാപ്പ് ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 6th മാർച്ചിന് വ്യാഴാഴ്ച നമുക്ക് മാത്സ് കഴിഞ്ഞ് ഒന്ന് ശ്വാസം വിടാൻ ഒരു സമയമില്ല. ഓക്കെ, രാത്രി നമ്മൾ ഇരുന്ന് പഠിച്ചിട്ട് കെമിസ്ട്രി അങ്ങ് എഴുതാമെന്ന് വിചാരിച്ചാലേ, ഒന്നും പഠിക്കാതെ ഇപ്പോൾ കെമിസ്ട്രി പോയി എഴുതാമെന്ന് വിചാരിച്ചാലേ ചിലപ്പോൾ പാളിപ്പോവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കെമിസ്ട്രിക്ക് ഒന്ന് പ്രത്യേക പരിഗണന കൊടുക്കണം. കെമിസ്ട്രിക്ക് ഒറ്റ ദിവസവും അല്ലെങ്കിൽ ഒറ്റ രാത്രി മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് റിവിഷന് മാത്രമായിട്ട് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ കെമിസ്ട്രി ഒരു കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി വെച്ചാൽ വളരെ നന്നായിരിക്കും. ഓക്കെ, കെമിസ്ട്രിക്ക് തീരെ ദിവസങ്ങളില്ല. പിന്നെ എക്സാം തുടങ്ങിയാൽ പിന്നെ നമ്മൾ പിന്നീട് കെമിസ്ട്രി പഠിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ ഒരു അടുത്ത എക്സാമിൻ്റെ ഒരു മൂഡിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കെമിസ്ട്രി പ്രത്യേകം പരിഗണിക്കണം. പിന്നെ നോക്കുകയാണെന്നെങ്കിൽ സോഷ്യൽ സയൻസ്. ഓക്കെ, സോഷ്യൽ സയൻസിനും ബയോളജിക്കും ഒരു ദിവസമേ കിട്ടുന്നുള്ളൂ കമ്പയർഡ് ടു ബാക്കി സബ്ജക്ട്സ്. ഫിസിക്സ് ആണെങ്കിൽ നമുക്ക് ഒരു 4 ദിവസം ഉണ്ട് എന്ന് തന്നെ പറയാം. ഓക്കെ, 4 ദിവസം എന്ന് വെച്ചിട്ട് കോൺസെപ്റ്റ് എക്സാമിന്റെ തലേന്ന് 4 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാന്നല്ല. ഇപ്പോഴേ നിങ്ങൾ കോൺസെപ്റ്റ് എല്ലാം പഠിച്ച് റെഡിയാക്കി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക, PYQs ഒക്കെ. ഓക്കെ, ശേഷം ആ ഒരു 4 ദിവസം കംപ്ലീറ്റ്ലി നമ്മൾ റിവിഷനും ക്വസ്റ്റ്യൻസ് ചെയ്യാനുമായിട്ട് വിടുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം കൂടി ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ആ ഒരു 4 ദിവസം. ഓക്കെ, സോ പറഞ്ഞു വരുന്നത് ഫിസിക്സിന് നമുക്ക് അത്യാവശ്യം സമയമുണ്ട്, 4 ദിവസം ഉണ്ട്. ഓക്കെ, ബയോളജിക്ക് ഒരു ദിവസം ഉണ്ട്. റിവൈസ് ചെയ്യാൻ ബയോളജിക്ക് ചിലപ്പോൾ അത് മതിയാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ബയോളജി കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനൊക്കെ ഉണ്ടാവും. ഓക്കെ, അത് ഒരു ദിവസം ഉണ്ട്, ഒരു ദിവസം ഒരു നൈറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങളത് അനുസരിച്ച് പ്ലാൻ ചെയ്യാം. ഓക്കെ, സോഷ്യൽ സയൻസ് കുറച്ച് വലിയ സിലബസ് ആണ്. അപ്പോൾ സോഷ്യൽ സയൻസ്, കെമിസ്ട്രി നല്ലോണം ഫോക്കസ് ചെയ്യാം. ഓക്കെ, മാത്സിന് ഒരു 5 ദിവസം ഉണ്ട്. ഓക്കെ, ഡിപ്പെൻസ് ഓൺ യു. ഓക്കെ, നിങ്ങൾക്ക് 5 ദിവസം നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാത്സിനും കെമിസ്ട്രിക്കും ആണ് സമയം കൊടുക്കേണ്ടത്, പ്ലസ് സോഷ്യൽ സയൻസും. ഓക്കെ, മാത്സ്, സോഷ്യൽ സയൻസ്, കെമിസ്ട്രി ഡിപ്പെൻസ് ഓൺ യു. ഓക്കെ, കെമിസ്ട്രിക്ക് എന്തായാലും സമയം കൊടുത്തേ മതിയാവൂ. നിങ്ങളിപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ തലേന്ന് റിവൈസ് ചെയ്യാൻ ആ ഒരു രാത്രി മതിയാകാതെ വരും. ഓക്കെ, നമുക്കറിയാം കൊല്ല പരീക്ഷയാണ്, ഫുൾ സിലബസ് ഉണ്ട്. ഓക്കെ, കെമിസ്ട്രിക്ക് എന്തായാലും സമയം കൊടുക്കണം. മാത്സ് നിങ്ങൾ സ്മാർട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് വേണമെങ്കിൽ മാറ്റി വെക്കാം. ഓക്കെ, കുറച്ച് ദിവസങ്ങളുണ്ട്. ഓക്കെ, സോഷ്യൽ സയൻസും കെമിസ്ട്രിയും പഠിച്ചേ മതിയാവും. ഓക്കെ, സോ സോഷ്യൽ സയൻസ്, കെമിസ്ട്രി ആ ഒരു പ്ലാന് മനസ്സിൽ വെക്കുക. കെമിസ്ട്രിക്ക് തീരെ സമയമില്ല. ഓക്കെ, അത് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാരണം അവസാനത്തെ എക്സാം ആണ്. ഒരുപാട് ആൾക്കാർ മാറ്റി വെക്കും, എന്നിട്ട് ചിലപ്പോൾ കെമിസ്ട്രി പാളാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എക്സാമിന്റെ ടഫ്നെസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ആ ഒരു ടൈം ടേബിള് നിങ്ങൾ നന്നാക്കി മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ലാംഗ്വേജസ് എല്ലാം നിങ്ങൾ ഓൾറെഡി ക്ലാസ് എടുക്കുമ്പോൾ ഒരു കഥയിലൂടെ എല്ലാം പോയിട്ടുള്ളതാണ്. ഇനി ഓരോ ഇപ്പോൾ ഒരു ഡയറിയോ അല്ലെങ്കിൽ ഒരു കത്തോ ഒരു കോൺവെർസേഷനൊക്കെ എങ്ങനെയാണ് എഴുതുക എന്നിട്ട് നിങ്ങളൊരു ലാംഗ്വേജിൻ്റെ ഒരു എബിലിറ്റി അനുസരിച്ച് നിങ്ങൾ ആ ഒരു എക്സാമിനെ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഗ്രാമേഴ്സ് ഒക്കെ പൊതുവേ നമ്മൾ തലേന്നൊന്ന് റിവൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, എനിവേ ആ ഒരു ഗ്രാമേഴ്സ് ഒക്കെ നോക്കാനുള്ള സമയം എനിക്ക് തോന്നുന്നു ഇവിടെ എക്സാമിനുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് ഇംഗ്ലീഷിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 ദിവസം ഉണ്ട്. മലയാളം സെക്കൻഡ് ഒന്നും അധികം പഠിക്കാനുണ്ടാവില്ല. ഓക്കെ, സോ ഇംഗ്ലീഷിന് സമയമുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് ഹിന്ദിയൊക്കെയാണ്. ഓക്കെ, ഇന്നും നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാം ആണ്. ഓഫ് കോഴ്സ് നമ്മളതൊരു എപ്പോഴും മൈൻഡിലുണ്ടാവും. ഫസ്റ്റ് എക്സാം ഒക്കെ നമ്മൾ വിജിലൻ്റ് ആയിട്ട് പോകുന്നതാണ്. നമ്മൾ വിജിലൻ്റ് ആയിട്ട് പോകാതിരിക്കുക അവസാനത്തോട്ടാണ്. ഓക്കെ, മാത്സും കെമിസ്ട്രിയും. ഓക്കെ, ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി എക്സാം എന്താണ്, കുറച്ച് ടിപ്സ് ആണ് നോക്ക്. ക്ലിയർ ദ ബോട്ടിൽ നെക്ക്, ലാംഗ്വേജ് മൊമെന്റം, പ്രൊട്ടക്ട് യുവർ സ്ലീപ്പ്. ഓക്കെ, കെമിസ്ട്രി ഫിസിക്സിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, ലാംഗ്വേജിന്റെ കാര്യം ഞാൻ പറഞ്ഞു. സ്ലീപ്പ് ഒക്കെ ചിലവരെ എക്സാമിന് തലേന്നിരുന്നിട്ട് ഒരു 2-3 മണിക്കൂർ ഉറങ്ങാതെ ബാക്കി സമയം മൊത്തം അങ്ങ് പഠിച്ചു തീർക്കാം, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒരു കോൺസെപ്ഷ്യൽ ലേണിംഗ് ഒന്നും ചിലപ്പോൾ വന്നോണമെന്നില്ല. ഓക്കെ, എക്സാമിന് തലേന്ന് ഒരു 6 മണിക്കൂറൊക്കെ ഉറങ്ങാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് 5 മണിക്കൂറെങ്കിലും എന്തായാലും ഉറങ്ങണം. ഓക്കെ, 5 മണിക്കൂർ ഒന്നും ഉറങ്ങാതെ എക്സാമിന് പോയാൽ നിങ്ങൾക്കത് ചിലപ്പോൾ ചില കാര്യങ്ങൾ മെമ്മറി
ബേസ്ഡ് ക്വസ്റ്റ്യൻസ് റിക്കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നെല്ലാം ചില സ്റ്റഡീസ് എല്ലാം പറയുന്നുണ്ട്. ഓക്കെ, സോ നന്നായിട്ട് റിലാക്സ് ചെയ്യുക. ഒരു 5 to 6 hours എക്സാമിന് തലേന്ന് ഉറങ്ങാം, റിലാക്സ് ആവുക. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് എന്താണ് ഓണപരീക്ഷ ക്രിസ്മസ് പരീക്ഷകളെല്ലാം എഴുതിയതാണ്. ഓക്കെ, ഇനി അന്ന് മര്യാദ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തുടങ്ങാനുള്ള സമയമാണ് ഇത്. ഓക്കെ, ഇപ്പോൾ തുടങ്ങാനുള്ള ബെസ്റ്റ് സമയമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ 22 23 ഫെബ്രുവരി ആയിട്ടേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. 6th മാർച്ച് വരെ നമുക്ക് 8+6 ഒരു 14 ദിവസമെങ്കിലും ഇപ്പോൾ തന്നെ കിട്ടും. ഓക്കെ, 14 അല്ലെങ്കിൽ 13 ദിവസം. സോ ആ സമയം വിനിയോഗിക്കുക, നന്നായിട്ട് വിനിയോഗിക്കുക. കെമിസ്ട്രി നിങ്ങളെ മനസ്സിൽ വേണം. സമയമില്ല എന്നുള്ളൊരു കാര്യം. 6th മാർച്ചിന് മുന്നേ കെമിസ്ട്രി നിങ്ങളൊരു കംപ്ലീറ്റ് ഒരു അനാലിസിസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് പഠിത്തം പഠിക്കണം. ഓക്കെ, ഫിസിക്സിന് നമുക്കൊരു 4-5 ദിവസമുണ്ട്, മാത്സിന് ദിവസമുണ്ട്. മാത്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ മാത്സിൽ പുലിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 5 ദിവസം മതിയാവും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴേ പഠിച്ചിട്ട് പോവാം. ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് ചാപ്റ്റേഴ്സ് ഇപ്പോൾ പഠിക്കുക. ഓക്കെ, ദാറ്റ് വിൽ ഡു. ഓക്കെ, ചില ജോമെട്രി ചാപ്റ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ ഈസി ആയിരിക്കും ചിലവർക്ക്. ഓക്കെ, അത് മാറ്റി വെക്കുക. എന്നിട്ട് ടഫുള്ള ചാപ്റ്റേഴ്സ് ഇപ്പോൾ ഒന്ന് നോക്കി വെക്കാം. എന്നിട്ട് ആ ഒരു 5 ദിവസം കംപ്ലീറ്റ്ലി എല്ലാം അങ്ങ് പഠിക്കാം. ഓക്കെ, മാത്സിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ അതെല്ലാം അതിനനുസരിച്ച് സോഷ്യൽ സയൻസ് നിങ്ങളൊരു മൈൻഡിൽ വെക്കുക. സോഷ്യൽ സയൻസിന് ഒരു ദിവസമേ ഉള്ളൂ, ഒരുപാടുണ്ട് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഒരു മൈൻഡിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് എക്സാം എഴുതാം. എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതുക. ഇത് 10ാം ക്ലാസ്സിലോട്ടുള്ളൊരു തുടക്കമാണ്. ഓക്കെ, സോ 10ാം ക്ലാസ് നമുക്ക് നന്നായിട്ട് ഫുൾ A+ വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നുള്ളൊരു കൊല്ല പരീക്ഷയാണ് ഇത്. അപ്പോൾ അത് മൈൻഡിൽ വെച്ചിട്ട് എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്.